എല്ലാ ബഹുമാന്യരായ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. മൂലനക്ഷത്രക്കാരുടെ 2025 വിഷുഫലമാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. മീനശനി, ഇടവ വ്യാഴം, കൊല്ലവർഷം 1200, മേടമാസം 1-ാം തീയതി പുലർച്ചെ 3:21 തിങ്കളാഴ്ച ചോതി നക്ഷത്രം, തുലാക്കൂറും കൃഷ്ണപക്ഷ പ്രഥമ തിഥിയും വരാഹകരണവും വജ്രനാമ നിത്യയോഗവും ചേർന്ന സമയത്തായിരുന്നു മേടവിഷു സംക്രമം നടന്നത്. അപ്പോൾ ഈ സംക്രമ നക്ഷത്രം എന്ന് പറയുന്നത് ചോതിയാണ്. ആ സമയത്തെ തിഥിയും കരണവും നിത്യയോഗവും ഒക്കെ കണക്കാക്കിയാണ് നമ്മൾ വിഷുഫലം പറയുന്നത്. പിന്നെ ആ സമയത്തുള്ള ഗ്രഹസ്ഥിതികളും കണക്കാക്കാറുണ്ട്. ഈ മൂലനക്ഷത്രം ആദിഷട്കം എന്ന വിഭാഗം നക്ഷത്രത്തിലാണ് ഉൾപ്പെടുന്നത്. സംക്രമ നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പം ആദിഷട്കം എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് മൂലനക്ഷത്രം ഉൾപ്പെടുന്നത്. അവർക്ക് വിഷുഫലം വളരെ നല്ലതാണ്. അവർക്ക് വ്യാപാര രംഗത്തും വ്യവസായ രംഗത്തുമൊക്കെ ഗുണകരമായ മാറ്റങ്ങളുണ്ടാകും. തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ, ശമ്പള വർധനവ്, അതുപോലെ സ്ഥാനപ്രാപ്തി തുടങ്ങിയവ ഉണ്ടാകും. ബിസിനസ് രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉള്ളവർക്ക് അനുകൂലമാണ്. സാമൂഹ്യ പ്രവർത്തന രംഗത്തുള്ളവർക്ക് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ ലഭിക്കും. കലാകാരന്മാർക്ക് ധാരാളം പരിപാടികൾ അവതരിപ്പിക്കാൻ സാധിക്കും. അവർക്ക് പുരസ്കാരങ്ങൾ കിട്ടാനും യോഗമുണ്ട്. ഈ ഒരു സമയത്ത് പൊതുവെ അനുകൂല ഫലങ്ങളാണ് വിഷു സംക്രമ നക്ഷത്രം കൊണ്ട് മൂലം നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ മൂലം നക്ഷത്രക്കാർക്ക് ഇപ്പം 4-ൽ ശനി സഞ്ചരിക്കുന്നതിൻ്റേതായ ഒരു വിഷമം ഉള്ള കാലമാണ്. അപ്പോൾ ഗ്രഹസ്ഥാനം കൊണ്ട് നോക്കുമ്പം ഗൃഹസ്ഥാനത്ത് വീട്, വാഹനം തുടങ്ങിയവയെ സൂചിപ്പിക്കുന്ന ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. എങ്കിലും വിഷുഫലം അനുകൂലമായതുകൊണ്ട് അതിൻ്റേതായ ഒരു ഈസിനെസ് എല്ലാ കാര്യത്തിലും ഉണ്ടാകും. അല്പം ഒരു ലാളിത്യം അല്ലെങ്കിൽ ഒരു സന്തോഷം എല്ലാ കാര്യത്തിലും ഉണ്ടാകും. കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെ നിർത്താനായിട്ട് കുറേയൊക്കെ സാധിക്കുന്നതാണ്. സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ പ്രവർത്തന രംഗത്ത് മികവ് പുലർത്താനും ഒക്കെ സാധിക്കുന്നതാണ്. ലക്ഷ്യങ്ങൾ നേടാനായിട്ട് സാധിക്കും. ചെറിയ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. മനസ്സിന് ഉന്മേഷം ഉണ്ടാകുന്ന കാലമാണ്. അതുപോലെ തന്നെ ധാരാളം പുതിയ കാര്യങ്ങൾ പഠിക്കാനും അത് പ്രയോഗത്തിൽ വരുത്താനും അത് നമ്മുടെ ബിസിനസ്സിനും നമ്മുടെ ജോലിക്കുമൊക്കെ ഉപകാരപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കാനും ഒക്കെ സാധിക്കും. അങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉണ്ടാകും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആളുകളെ സംഘടിപ്പിക്കാനും നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ ഉള്ളൊരു കഴിവ് കൂടുതലായിട്ട് ഉണ്ടാകും. വിവാഹ ജീവിതം സംതൃപ്തമായിരിക്കും. വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വിവാഹം കഴിക്കാനുള്ള യോഗമുള്ള ഒരു വർഷമാണ്. വിദേശത്ത് നിന്ന് ധനലാഭത്തിന് ഈ വർഷം യോഗമുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉന്നത ബിരുദങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കും. ഈ ഡോക്ടറേറ്റ് ഒക്കെ നേടാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പഠനം തുടങ്ങാനായിട്ട് ഈ വർഷം സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗവേഷണ പ്രബന്ധങ്ങളൊക്കെ സമർപ്പിച്ചിരിക്കുന്നവർക്ക് വിജയകരമായ രീതിയിൽ അത് പൂർത്തിയാക്കാനും സാധിക്കും. വ്യവസായത്തിൽ പുരോഗതി ഉണ്ടാകും. പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കുന്നതാണ്. ഉദ്യോഗത്തിൽ സ്ഥാനമാനപ്രാപ്തി ഉണ്ടാകും. ഇനി നമുക്ക് ഗ്രഹങ്ങളുടെ സ്ഥിതി കൊണ്ടുള്ള ഫലങ്ങൾ നോക്കാം. ഗ്രഹങ്ങളുടെ സ്ഥിതി സൂചിപ്പിക്കുന്നത് ജോലിയിലുള്ളവർക്ക് ഉദ്യോഗ കയറ്റം ഉണ്ടാകാനുള്ള സാധ്യതയാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുയായികളുടെ അംഗീകാരവും സിദ്ധിക്കും. മനസ്സിന് സന്തോഷം നൽകുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും. മക്കളുടെ വിവാഹം അല്ലെ അടുത്ത ബന്ധുക്കളുടെ വിവാഹം തുടങ്ങിയ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിക്കും. ശിശുജനനം ഉണ്ടാകും വീട്ടിൽ. എന്ന് പറഞ്ഞാൽ നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ബന്ധുക്കൾക്കോ കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ. സഹോദരങ്ങൾക്ക് നല്ല ഉയർച്ചയുണ്ടാകുന്നൊരു കാലമാണ്. നമുക്ക് പ്രയാസപ്പെട്ടിട്ട് പോലും മുൻകാലങ്ങളിൽ നേടാൻ കഴിയാത്ത പല കാര്യങ്ങളും ഈ സമയത്ത് സാധിച്ചു കിട്ടും. അപ്പോഴും ഈ ശനിയുടെ സ്ഥിതി കൊണ്ട് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകും. എങ്കിൽ പോലും ഈ മൂലനക്ഷത്രം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ രാശിയിലാണല്ലോ വരുന്നത്. വ്യാഴമാണ് ധനുക്കൂറിൻ്റെ അധിപൻ. അപ്പോൾ മൂലനക്ഷത്രം വ്യാഴത്തിൻ്റെ രാശിയിലാണ് വരുന്നത്. ശനി നിൽക്കുന്നതും വ്യാഴത്തിൻ്റെ രാശിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ആശ്വാസം കൂടെ അനുഭവപ്പെടും. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ അനുകൂലമായ നിലയാണ് ഉണ്ടാകുന്നത്. രോഗചികിത്സ ഫലിച്ചു തുടങ്ങും. ശത്രുക്കളുടെ ശല്യമൊക്കെ ഒന്ന് കുറയും. ദൂരയാത്ര കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകും. പ്രണയിക്കുന്ന ആളുകൾക്ക് മനസ്സിന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകും. വിവാഹം കഴിക്കുന്നവർക്ക്
ഏതാണ്ട് നമ്മുടെ സങ്കല്പം പോലുള്ളൊരു പങ്കാളിയെ കിട്ടാനുള്ള യോഗം ഉണ്ട്. പിന്നെ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ സമ്മാനമായിട്ട് കിട്ടാൻ യോഗമുള്ളൊരു കാലമാണ്. വിദേശത്തു നിന്നൊക്കെ നല്ല സമ്മാനങ്ങൾ കിട്ടാം. വർഷമധ്യത്തിന് ശേഷം പ്രവർത്തന രംഗത്ത് ഒരു കുതിപ്പ് തന്നെ അനുഭവപ്പെടുന്നതാണ്. പുതിയ സുഹൃത്ബന്ധങ്ങളുണ്ടാകും, അത് ഗുണകരമാകും. കുടുംബസുഖം, ബന്ധുഗുണം ഇതൊക്കെ ഉണ്ടാകുന്ന കാലമാണ്. ബന്ധുക്കളുമായിട്ട് ഒന്നിച്ച് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. പഠന നിലവാരം ഉയരും വിദ്യാർത്ഥികളുടെ. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ സാമാന്യം ഗുണകരമാണ്. ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ വഴിപാടുകൾ കഴിച്ച് പോവുക. ശനിദേവനും ശാസ്താവിനും ഒക്കെ വഴിപാടുകൾ ചെയ്തു പോയാൽ മതി ശനിയുടെ തടസ്സം ഉണ്ടാകുമ്പോൾ. ഇനി നമുക്ക് വിഷുഫലത്തിൻ്റെ ഘടകങ്ങളായ ആയവും വ്യയവും കന്തായവും എങ്ങനെയാണ് എന്ന് നോക്കാം. മൂലനക്ഷത്രം ധനുക്കൂറിലാണ് വരുന്നത്. ധനുക്കൂറിൻ്റെ ആയം എന്ന് പറയുന്നത് 5 വ്യയം എന്ന് പറയുന്നത് 5. അപ്പം വരവും ചെലവും തുല്യമായിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം സമ്പാദ്യമൊന്നും ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു കാലമല്ല. വരവും ചെലവും തുല്യമായിട്ട് പോകും. ഈ യാത്ര കൊണ്ടും മറ്റു പല കാര്യങ്ങൾക്ക് പോകേണ്ടി വരുന്നതുകൊണ്ടും നല്ല ചെലവും ഉണ്ടാകും. മൂലനക്ഷത്രത്തിൻ്റെ കന്തായ ഫലം എന്ന് പറയുന്നത് 3, 2, 2 ആണ്. അതുകൊണ്ട് മേടം മുതൽ 4 മാസം മനസ്സിന് സുഖം നൽകുന്ന ജീവിതാനുഭവങ്ങളും സാമാന്യം നല്ലപോലെ ധനലാഭമൊക്കെ കിട്ടും. ചിങ്ങം മുതൽ 4 മാസം ശരാശരി സുഖാനുഭവങ്ങളും ശരാശരി ധനവും ആയിരിക്കും കിട്ടുന്നത്. മനസ്സിന് കുറച്ച് സന്തോഷങ്ങളൊക്കെ ഉണ്ടാകും. ധനു മുതലുള്ള 4 മാസം ശരാശരി സുഖാനുഭവങ്ങൾ, ശരാശരി ധനം, പിന്നെ മനസ്സിന് നേരിയ ദുഃഖങ്ങൾ ഒക്കെ ഉണ്ടായേക്കാം. ഇതൊക്കെ ഈ വിഷുഫലത്തിൻ്റെ ഘടകങ്ങളെന്നുള്ള രീതിയിൽ എടുത്താൽ മതി. അതുകൂടെ നമ്മൾ ചേർത്താണ് വിഷുഫലം പറഞ്ഞു പോകുന്നത്. പൊതുവെ നോക്കുമ്പം ഗ്രഹചാരഫലം അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ സ്ഥിതി കൊണ്ടുള്ള ഫലവും വിഷുഫലവും അനുകൂലമായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് മൂലനക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടുകളെപ്പറ്റി നോക്കുമ്പോൾ ഗണപതി പ്രീതികരങ്ങളായ വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. ചൊവ്വാദശ, വ്യാഴദശ, സൂര്യദശയൊക്കെ ആണെങ്കിൽ ഗണപതി പ്രീതിയും ചെയ്യണം, ദേവിക്ക് വഴിപാടുകൾ ചെയ്യണം, ശിവനും വഴിപാടുകൾ ചെയ്യണം. ചെറിയ വഴിപാട് ചെയ്താൽ മതി കേട്ടോ. വലിയ പണം മുടക്കിയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ക്ഷേത്രത്തിൽ പോവുക, അർച്ചന കൊടുക്കുക, അല്ലെങ്കിൽ ഗണപതിക്ക് ഇപ്പോൾ അപ്പോ അടയോ ഒക്കെ കൊടുക്കാൻ സാധിക്കുന്നവർ അത് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ ഗുണങ്ങൾ ലഭിക്കും. ഇതൊന്നും അല്ലെങ്കിൽ വിളക്ക് തെളിയിച്ചാലും മതിയാകും. ദീപം തെളിയിക്കുന്നതും വളരെ ഗുണകരമാണ്. ജീവിതത്തിലും അതുപോലെ പ്രകാശം ഉണ്ടാകും. പിന്നെ അശ്വതി, മകം, മൂലം നക്ഷത്രങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയിട്ട് വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. വ്യാഴത്തിൻ്റെ അതിദേവത എന്ന് പറയുന്നത് വിഷ്ണുവാണ്. അതുകൊണ്ട് വ്യാഴത്തിൻ്റെ രാശിയായ ധനുവിലാണ് മൂലം വരുന്നതെന്നുള്ളത് കൊണ്ട് വിഷ്ണു ഭഗവാന് വഴിപാടുകൾ ചെയ്യുക. മൂലനക്ഷത്രവും വ്യാഴാഴ്ചയും വരുന്ന ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസവും തുളസിമാലയും സമർപ്പിക്കുന്നത് നല്ലതാണ്. ഭാഗ്യസൂക്തം ജപിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ശിവഭജനം നിത്യവും ചെയ്യേണ്ടതാണ്. അസുഖങ്ങളൊന്നും ഉണ്ടാകാതെ മഹാദേവൻ കാത്തോളും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് മാസത്തിലൊരിക്കലെങ്കിലും ദർശനം നടത്തിയിട്ട് ശിവനെ ഭജിക്കുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികൾ ദക്ഷിണാമൂർത്തി ധ്യാനം മനസ്സിൽ ജപിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തിയാൽ വളരെ വിഷമിച്ച് നമുക്ക് വളരെ ബുദ്ധിമുട്ടിയിട്ടും പഠിച്ചെടുക്കാൻ പറ്റാത്ത പാഠഭാഗങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് നേരിട്ടറിയാൻ സാധിക്കും. അപ്പോൾ അതാണ് ദക്ഷിണാമൂർത്തിയുടെ ഒരു പ്രത്യേകത. ദക്ഷിണാമൂർത്തി പഠനത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് സഹായം ചെയ്യുന്ന ഒരു ദേവതയാണ്. ശിവനെ ആ ഭാവത്തിലൊന്ന് ആരാധിക്കുക. ദക്ഷിണാമൂർത്തി മന്ത്രം നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്നതാണ്. അത് മനസ്സിൽ ഒന്ന് ഉറപ്പിച്ചിട്ട് ആ മന്ത്രം ജപിച്ചുകൊണ്ട് ദക്ഷിണാമൂർത്തിയെ ഒന്ന് പ്രാർത്ഥിക്കുക. വളരെ അത്ഭുതകരമായ ഫലം സിദ്ധിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അറിയാൻ സാധിക്കും. പിന്നെ ശിവന് ഒരു പിൻവിളക്ക് കൊടുക്കുന്നത് നല്ലതാണ്. മനപ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ധാര കൂടെ കൊടുക്കുന്നത് വളരെ ഉത്തമമാണ്. ഇതാണ് നമുക്ക് മൂലനക്ഷത്രക്കാർ ചെയ്യേണ്ട കർമ്മങ്ങൾ അല്ലെങ്കിൽ വഴിപാടുകൾ ഈ വിഷുഫലം കൊണ്ട് കാണിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ധാരാളം ഐശ്വര്യങ്ങൾ ഈ ഒരു വർഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.